സുഹൃത്തുക്കളെ, കഴിഞ്ഞ പ്രാവശ്യം നിഷാദ് ഇവിടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് നമ്മുടെ ഹൈറിച്ചിനെ പറ്റിയാണ്. അപ്പോൾ ഹൈറിച്ചിനെ പറ്റി അദ്ദേഹം വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. അതിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ സ്റ്റേജിൽ കയറിയപ്പോഴാണ് എൻ്റെ ഫോട്ടോയും കൂടി അതിൽ പതിഞ്ഞത്. ഹൈറിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഇയാൾ വളരെ മോശമായിട്ട് സംസാരിച്ചപ്പം അതിൻ്റെ ആവേശം കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വന്നു നിന്നത്. ഞങ്ങളുടെ ഹ്യൂമൻ ലൈറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർക്കും ഏത് തരത്തിലും സംസാരിക്കാം, അതിന് യാതൊരു വിലക്കുമില്ല. അങ്ങനെ ആ വേദിയിൽ ഞാനുണ്ട്. 22 ആളോളം പങ്കെടുത്തപ്പം 20 ആളോട് ഞാൻ നല്ല മറുപടി അന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിലേക്ക് വരുന്നത്. അപ്പം നമ്മൾ നിഷാദ് പറഞ്ഞത് ഇതൊരു ബഡ്സ് ആക്ട് പ്രകാരം നിരോധിച്ചു എന്നാണ് പറഞ്ഞത്. പക്ഷേ ബഡ്സ് ആക്ടിനെ പറ്റി എന്താണ് പറയാനുള്ളത്? GST പറ്റി പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് നടന്നാൽ മാത്രമേ അതിന് ടാക്സ് മുറിക്കുന്നുള്ളൂ. ബിസിനസ് ഇല്ലാത്ത സമയത്ത് അത് ഒരു തരത്തിലും GST ആക്ടിൽ പെടുന്നില്ല. കാരണം ബാങ്കിന് നമ്മൾ 1000-ഉം 2000-ഉം 10,000-ഉം ലക്ഷങ്ങളും കൊണ്ടിടുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യം വരുമ്പോൾ പിൻവലിക്കുന്നു. അതിനൊക്കെ GST ഉണ്ടോ? എന്തറിഞ്ഞിട്ടാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്? ഒരു ബഡ്സ് ആക്ടിൽ ഒരു തരത്തിലും പെടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പേടിപ്പിച്ചിട്ടാണ് നമ്മൾ MD കൊണ്ട് ഏതാനും 51.5 കോടി ഉറുപ്പിക ഇടിച്ചത്. കാരണം ഇതിൽ പെടില്ലെന്ന് അവർ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. ഏതാണ്ട് അവർ പറഞ്ഞത് 250 മേലെ കോടി ഉറുപ്പികയിലേക്ക് വേണമെന്നാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഓരോ വ്യക്തികളും ഇങ്ങനെ ബിസിനസ്സിന് വേണ്ടി റെഡീം കൂപ്പൺ എന്നും പറഞ്ഞിട്ട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി ഇത് ഗവൺമെന്റ് അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഹൈറിച്ച് ചെയ്തത്. അപ്പം മറ്റുള്ള ആൾക്കാരുടെ പ്രചോദനം കൊണ്ട്, മറ്റുള്ള ആൾക്കാർ പറയുന്ന കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഈ കമ്പനിക്ക് എങ്ങനെ നിലനിൽക്കാൻ കഴിയുക? അപ്പൊ കമ്പനിയെ പറ്റി പറയുകയാണെങ്കിൽ 1,79,00,000 ഇതിലുണ്ട്. ഏതായാലും ഈ 1,79,00,000 ആൾക്കാരെ അന്നം മുട്ടിക്കുന്ന കുറച്ച് ആൾക്കാർ, മറ്റൊരു നെറ്റ്വർക്കിന്റെ ആൾക്കാരും മറ്റൊരു സംഘടനയുടെ ആൾക്കാരും പലതും പറഞ്ഞ് പ്രലോഭിപ്പിച്ചുകൊണ്ട് ഇതിനെ ഇങ്ങനെ ചെയ്താൽ പാവപ്പെട്ട ആൾക്കാരുടെ കഞ്ഞിമുടി മുട്ടുക എന്നല്ലാതെ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏതായാലും അറിയാൻ കഴിഞ്ഞത് ഈ മാസം 22-ന് ഹൈറിച്ച് വളരെ ശക്തിയോടെ തന്നെ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അപ്പം ഈ നിഷാന്ത് നെടുമ്പുറം എന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്തപ്പം ഞാൻ പറഞ്ഞ പിൻവലിക്കണം, അത് പിൻവലിച്ചു. പിന്നെ ഞാനില്ലാത്ത ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചെയ്തികൾക്ക് ഞാൻ മറുപടി കൊടുത്തു കഴിഞ്ഞു. മറ്റൊരു കാര്യം പറയാന്ന് വെച്ചാൽ ഈ ഹൈറിച്ച് ഒരു തരത്തിലും പിന്നോട്ട് പോവില്ല, ഇനിയും മുന്നോട്ട് പോകുന്നുള്ള നമ്മുടെ ഉറച്ച വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.